പാലാ നഗരസഭയിൽ രാഷ്ട്രീയമായ നാടകങ്ങൾ തുടരുകയാണ്. പാലാ നഗരസഭയിൽ പിന്തുണ പിൻവലിക്കുകയാണ് കോൺഗ്രസ് പ്രമേയം പാസാക്കി. നിലവിൽ കോൺഗ്രസ് പിന്തുണയോടെ പുളിക്കക്കണ്ടം കുടുംബമാണ്, അവരുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ പിന്തുണ പിൻവലിക്കുന്ന പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. തീരുമാനിച്ച് അതിനെക്കുറിച്ച് 2-3 ദിവസത്തിനുള്ളിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ആ ആലോചനയിൽ ആ കാര്യങ്ങളെല്ലാം തീരുമാനം. ഭരണമല്ല ഞങ്ങൾക്ക് വിഷയം, ഞങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. അതൊക്കെ ആലോചിക്കുന്ന കേരള കോൺഗ്രസുമായിട്ട് ഞങ്ങൾ യാതൊരു അങ്ങനെ ഞങ്ങളെല്ലാവരും ജയിച്ചത് എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് 2 തോപ്പിച്ചാൽ ഞങ്ങളെല്ലാവരും ജയിച്ചത്, ഞങ്ങളുടെ കൗൺസിലർമാരെല്ലാം ജയിച്ചത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആക്ഷേപകരമായ ആരോപണം ഉന്നയിച്ചെന്ന് ഒരു കാര്യമില്ല. ഒറ്റക്കെട്ടായിട്ട് എടുത്ത തീരുമാനമാണ്. അതിന്റെ അത് കേരള കോൺഗ്രസ് എല്ലാ വിശ്വാസങ്ങളും പിന്നീട് നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ തിരിച്ചു തന്നോളൂ. കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണമാണ്. ഇത് നാണക്കേട് ഒഴിവാക്കി അഭിമാനം സംരക്ഷിക്കും. കോൺഗ്രസിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള തീരുമാനമാണ്. പുളിക്കക്കണ്ടം കുടുംബത്തിന് വിധേയമായി കോൺഗ്രസ് അവിടെ പ്രവർത്തിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. അത് അംഗീകരിക്കാനാകില്ല എന്നതാണ്, കീഴടങ്ങി നിൽക്കാനാകില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. ഷിനോ ജസ്റ്റിയാണ് വിവരങ്ങളുമായി. ഷിനോജി, നഗരസഭയിലെ അംഗബലമൊക്കെ പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായാലും എന്ത് സംഭവിക്കും? ഈ പിന്തുണ പിൻവലിക്കുന്ന പ്രമേയം, പക്ഷേ ആ പ്രമേയത്തിന്റെ തുടർച്ചയായി പിന്തുണ പിൻവലിക്കുന്നു എന്ന് ഉറപ്പിക്കുന്നുണ്ടോ, അതോ അക്കാര്യത്തിൽ ഇനിയും ചർച്ചയ്ക്ക് സാധ്യതയുമുണ്ടോ? കുട്ടിഘോഷിച്ച് വളരെ ആഘോഷത്തോടു കൂടി പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാലാ പിടിക്കുക എന്ന് പറയുന്നത് അത് UDF സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച്, കേരള കോൺഗ്രസ് എമ്മില്ലാതെ അവർ അധികാരത്തിലെത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമായിരുന്നു. അങ്ങനെയാണ് അതൊക്കെ തന്നെ ഈ സ്വതന്ത്ര മുന്നണിക്ക് ഒപ്പം ചേർന്നുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്തുന്നത്. പക്ഷേ അധികാരത്തിലെത്തി മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ ഭരണം വീഴുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസ് ഈ സ്വതന്ത്ര മുന്നണിക്ക് നൽകിയ, പ്രത്യേകിച്ച് പാലായിലെ പുളിക്കക്കണ്ട കുടുംബത്തിന് നൽകിയ, അവിടുത്തെ 3 കൗൺസിലർമാർക്ക് നൽകിയ പിന്തുണ പിൻവലിക്കാനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് കൗൺസിലർമാരുടെ തീരുമാനം എന്ന് പറയുന്നത്. ഇന്ന് അല്പസമയം മുൻപ് ചേർന്ന കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം നിലവിൽ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ തീരുമാനത്തിൽ അവർ പ്രമേയമായി തന്നെ പാസ്സാക്കുന്നു. പ്രത്യേകിച്ച് ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഈ പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ബിനു പുളിക്കക്കണ്ടത്തിൽ നിന്നൊക്കെ തന്നെ കൗൺസിൽ യോഗത്തിനുൾപ്പെടെ അതിനകത്ത് വെച്ച് നേരിടുന്നത് വലിയ രീതിയിലുള്ള അപമാനമാണ്. കോൺഗ്രസ് കൗൺസിലർ എന്ന നിലയിലുള്ള പരിഗണന പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതിനാൽ തന്നെ ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പ്രമേയം നിലവിൽ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്. അതനുസരിച്ച് ഇത് മുഖ്യമന്ത്രിക്ക്, KPCC പ്രസിഡന്റിന്, DCC പ്രസിഡന്റ്, അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രമേയത്തിന് കോപ്പി അയച്ചു നൽകും. അതിനുശേഷമാകും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോകുക. എന്തായാലും കോൺഗ്രസിലെ കൗൺസിലർമാർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പാലാ നഗരസഭയിൽ ഈ പുളിക്കക്കണ്ട കുടുംബത്തിലെ സ്വതന്ത്ര മുന്നണിയുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കോട്ടയം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട അന്നത്തെ വലിയ തർക്കം, ആ തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണല്ലോ കേരള കോൺഗ്രസ് എം UDFന്റെ മുന്നണി തന്നെ വിട്ട് LDFിലേക്ക് പോയത്. അതായിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അന്ന് നിന്ന്. മറ്റു പല രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടായിരുന്നില്ല. കോട്ടയം നഗരസഭാ ഭരണത്തിലെ തർക്കമായിരുന്നു അന്ന് കേരള കോൺഗ്രസ് എമ്മിന് ചെയർമാൻഷിപ്പ് നൽകാൻ കഴിയില്ല എന്ന UDF കോൺഗ്രസ് നിലപാടായിരുന്നു അന്ന് കേരള കോൺഗ്രസ് എം വിട്ടുപോകാനുള്ള സാഹചര്യം. ഇപ്പോൾ പാലയിലും അതിൻ്റെ ചെറിയൊരു പതിപ്പാണോ? പ്രശ്നപരിഹാരത്തിന് സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇടപെടാനുള്ള സാഹചര്യമുണ്ടോ? ഇപ്പോഴത്തെ അംഗബലമനുസരിച്ച് 26 ഞാൻ മനസ്സിലാക്കുന്നത്, അംഗബലമനുസരിച്ച് ഈ UDFന് ഒപ്പം നിൽക്കുന്ന ദിയാപുളിക്കക്കണ്ടം ഉൾപ്പെടെ, ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 പേർ അവർ LDFനൊപ്പം പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയെങ്കിൽ LDF നേതൃത്വത്തിലൊരു ഭരണസമിതി രൂപപ്പെടുമോ? രതീഷ്, അന്ന് ജില്ലാ പഞ്ചായത്തിലായിരുന്നു അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവുകയും കേരള കോൺഗ്രസ് എം LDFിലേക്ക് പോകുന്ന തരത്തിലൊക്കെ തന്നെ കളമൊക്കെ അതിനെ ഒരുങ്ങിയിരുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത് ഏകദേശം 1 മാസം മുൻപ് ഇത്തരത്തിൽ പരസ്യ പ്രതികരണങ്ങളിലേക്കൊക്കെ തന്നെ കോൺഗ്രസിന്റെ കൗൺസിലർമാർ എത്തിയ സമയത്ത് ഉൾപ്പെടെ കോൺഗ്രസിന് ഈ ബിനു പുളിക്കക്കണ്ട പറഞ്ഞത്, ഞങ്ങൾ ഈ ഒരു കാരണവശാലും ഇത്തരത്തിൽ മറുകണ്ഠം ചാടി, അത് LDFന്റെ പിന്തുണയോടുകൂടി ഭരണത്തിൽ ഇരിക്കില്ല, ഒരു നിമിഷം പോലും ഇരിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പിന്തുണ ഇല്ല എന്ന് കത്ത് നൽകി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ രാജിവെച്ച് ഒഴിയാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ബിനു പുളിക്കക്കണ്ട ഏകദേശം 1 മാസം മുൻപ് പരസ്യമായി തന്നെ പറയുന്നത്.
പക്ഷേ നമുക്കറിയാം രാഷ്ട്രീയമാണ്, അവസരമാണ്, ഏത് നിമിഷം വേണമെങ്കിലും ഏത് തരത്തിലാണ് അവസരം മുന്നോട്ട് വരിക എന്നറിയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലൊരു LDFന്റെ ഭാഗത്ത് നിന്ന് അവസരം വരുമോ എന്നും അറിയില്ല. എന്തായാലും അവിശ്വാസമായി LDF മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് കൗൺസിലർമാർ അതിനെ പിന്തുണയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഭരണം തന്നെ താഴോട്ട് പോകും. അതേസമയത്തും പറയേണ്ട മറ്റൊരു കൗതുകരമായ ഒരു സാഹചര്യമുണ്ടല്ലോ ഷിനോജ്, വളരെ കൗതുകരമായ ഒരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസും കേരള കോൺഗ്രസ് എമ്മും ചേർന്ന് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ രണ്ട് മുന്നണിയിലാണെങ്കിലും പാലെ എന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകത്തിൽ അവർക്ക് പരാജയമുണ്ടായി തിരിച്ചു വരാനുള്ള വഴി നോക്കുകയാണ്. കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും തമ്മിൽ ഐക്യപ്പെടാനുള്ള സാധ്യതയുണ്ടോ അവിടെ? രതീഷ്, നിലവിൽ അത്തരത്തിലൊരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കേരള കോൺഗ്രസ് എമ്മിന്റെ അവസ്ഥ നമുക്കറിയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ പരാജയം, മത്സരിച്ച 13 സീറ്റിലും അവർ പരാജയപ്പെടുന്നു. ഒരൊറ്റ MLA മാർ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകുന്നു. ആ ഒരു സാഹചര്യത്തിൽ അവരെ ഇനി തിരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ ഏത് തരത്തിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം UDFനകത്ത് തന്നെയുണ്ട്. അവർക്ക് വരണമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ വരാമായിരുന്നു. ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ വന്നിരുന്നെങ്കിൽ ആ ഒരു വിജയത്തിന്റെ ക്രെഡിറ്റ് അവർക്ക് കൂടി അവകാശപ്പെട്ടതാകുമായിരുന്നു. പക്ഷേ കോട്ടയം ഉൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിന്റെ പല തട്ടങ്ങളിലും വലിയ രീതിയിൽ വിജയമാണ് UDF നേടിയിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇനി ഏതെങ്കിലും തരത്തിൽ കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവന്ന് UDFനകത്ത് തന്നെ അവർക്കൊരു ഏത് തരത്തിൽ അക്കോമഡേറ്റ് ചെയ്യുമെന്നൊരു ചോദ്യം മുന്നോട്ട് നിൽക്കുന്ന സമയത്ത് ഒരു കൈകൊടുക്കൽ കേരള കോൺഗ്രസ് എമ്മും UDFും തമ്മിൽ അത്തരത്തിൽ ഒരു ചേർച്ചയിലേക്ക് പോകൽ ഒക്കെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ നടക്കില്ല. പക്ഷേ അതിനൊപ്പം പറയേണ്ട ഒരു കാര്യം, മാണി സി കാപ്പന് ഈ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് തന്നെ മുന്നോട്ട് പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. ഈ പുളിക്കക്കണ്ണ കുടുംബവുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ മുൻകൈ എടുത്തത് മാണി സി കാപ്പനാണ്. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ധാരണകളിലേക്ക് എത്തിയത്. DAനെ ചെയർപേഴ്സൺ സ്ഥാനം കൊടുത്ത് പുളിക്കക്കണ്ണ കുടുംബത്തിലെ മറ്റ് 2 കൗൺസിലർമാർക്ക് വൈസ് ചെയർമാൻ സ്ഥാനമൊക്കെ തന്നെ ഓഫർ ചെയ്ത് ഒരു ധാരണയിലേക്ക് തന്നെ എത്തിയത് മാണി സി കാപ്പനാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ, കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ നഗരസഭാ ഭരണം പോവുകയാണെങ്കിൽ അത് മാണി സി കാപ്പനും കൂടി ക്ഷീണമായ ഒരു സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെയാണ് നഗരസഭാ ഭരണം പിടിക്കുന്നതിന് വേണ്ടി മാണി സി കാപ്പൻ വലിയ രീതിയിൽ മുന്നോട്ടിറങ്ങിയത്. പക്ഷേ ഈ മുന്നോട്ട് ഒരുമിച്ച് ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് കോൺഗ്രസിന്റെ കൗൺസിലർ പറയുന്നത്. കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ അപമാനം ഞങ്ങൾക്ക് ഇത്തരത്തിൽ പുളിക്കക്കണ്ണ കുടുംബത്തിൽ ഉണ്ടാകുന്നു. ഏറ്റവും അവസാനമായി DYFI കൊണ്ടുവന്ന ഒരു നിവേദനം, അപേക്ഷ, ആ അപേക്ഷയിൽ പോലും ഞങ്ങളുടെ വാക്ക് പോലും കേൾക്കാതെ ഒരു തീരുമാനത്തിലേക്ക് ചെയർപേഴ്സൺ ഉൾപ്പെടെ പോകുന്നു. അതിനാൽ തന്നെ ഇനി ഇത്തരത്തിൽ ഒരു തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ വലിയ രീതിയിൽ കേരളത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ആഘോഷിച്ച് കൊണ്ടുവന്ന പാലാ നഗരസഭയുടെ ഭരണത്തിൽ അതിൽ ചെയർപേഴ്സണിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് കോൺഗ്രസ് പറയുകയാണ്. അതുമായി ബന്ധപ്പെട്ട അവിശ്വാസമാണ് നിലവിൽ ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നത്.